ഈ കാലഘട്ടത്തിൽ ഉമ്മ, ഉമ്മുമ്മ, വെല്ലിപ്പ, വാപ്പ, ജ്യേഷ്ഠാനിയന്മാർ, സഹോദരങ്ങൾ, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ പുറത്തുള്ള അയൽവാസികൾ, നാട്ടുകാർ, ഇതിലൊന്നും ഈ തലമുറക്ക് അവരുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും നടക്കുന്നില്ല. അവരുമായി പങ്കിടേണ്ട സ്നേഹങ്ങൾ, ഇടപഴകേണ്ട സമയങ്ങൾ അവർ ഉപയോഗപ്പെടുത്താത്ത വിധം മൊബൈലിൽ എഡിറ്റായിപ്പോയി. അതല്ലെങ്കിൽ ആഡംബരമായ കാഴ്ചകളിൽ അവർ എഡിറ്റായിപ്പോയി. ഒരു വീടുകളിലും പഴയതുപോലെയുള്ള പ്രാരാബ്ധങ്ങൾ അവർ കാണുന്നില്ല. അവരുടെ സുഖലോൽപമായ ജീവിതത്തിന് പിന്നാമ്പുറത്തിരുന്ന് അവരെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി സമയം ചെലവാക്കുന്ന, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ പ്രയാസം അവർക്ക് മനസ്സിലാക്കാനും കാണുവാനും കേൾക്കുവാനും അവരെ മൊബൈലിലെ ഞോണ്ടിക്കളി അവരെ സഹായിക്കുന്നില്ല. ഒരു ദൂരയാത്ര ചെയ്താൽ ഓരോ വ്യക്തികളും അവരവരുടെ സീറ്റുകളിൽ ഇരുന്ന് അടുത്തടുത്തിരിക്കുന്നവരെ ഒന്നും നോക്കാൻ പോലും സമയമില്ലാത്ത വിധം ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് റെയിൽവേ സ്റ്റേഷൻ മുതൽ, ബസ് സ്റ്റാൻഡ് മുതൽ, ഒരു ഓഫീസിൽ ചെന്നാൽ, ഹോസ്പിറ്റലിൽ ചെന്നാൽ, ഏത് മേഖലകളിൽ ചെന്നാലും തെരുവിൻ്റെ അരികിലുള്ള പാലത്തിൻ്റെ തിണ്ണയിലിരിക്കുന്നവർ വരെ ഞോണ്ടിക്കളിക്കുന്നവരായി മാറി. അത് കാരണത്താൽ അവർ മനുഷ്യരുമായി അടുത്തിരിക്കുന്നവനോട് പോലും അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒന്ന് പുഞ്ചിരിക്കുക പോലുമില്ല. ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കാണാൻ പോയാൽ അവിടെ രോഗിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് കണ്ണുനീരിലും വേദനയിലും പ്രയാസത്തിലും പല ഭാഗങ്ങളിൽ പൈപ്പുകളിട്ട് കിടക്കുന്ന, പലതരത്തിൽ ഞരങ്ങുന്ന രോഗികളുടെ ആ കാഴ്ചകൾ കാണാൻ അവർക്ക് നേരമില്ല. അത് എവിടെ ചെന്നിരുന്നാലും അങ്ങനെ ഇപ്പോഴത്തെ തലമുറയുടെ മനുഷ്യ ഹൃദയത്തിൽ ഈ മൊബൈലിൻ്റെ ഒരു 2-4 ഇഞ്ച് സ്ക്രീനിൻ്റെ അകത്തായി ഒതുങ്ങുകയും അവിടെ മാത്രം സൂക്ഷിച്ചു നോക്കുമ്പോൾ മനുഷ്യരെ, മാതാവിനെ, പിതാവിനെ, ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠാനിയന്മാരെ, സഹോദരങ്ങളെ, അയൽവാസികളെ, കൂടെ ഇരിക്കുന്നവരെ, അധ്യാപകരെ, സമൂഹത്തെ ഒന്നിനെയും അവർ നോക്കിക്കാണുന്നില്ല. എല്ലാ ഇടപാടുകളും, എല്ലാ കാര്യങ്ങളും, എല്ലാ സമയങ്ങളും അവർ മൊബൈലിൻ്റെ അകത്തേക്ക് ഒതുങ്ങിക്കൂടുകയും അതിലൂടെ അവർ സാധനങ്ങൾ വരുത്തി കഴിക്കും, അതിലൂടെ പൈസ അയക്കും, അതിലൂടെ ഡ്രഗ്സിന് ഓർഡർ ചെയ്യും, അതിലൂടെ അനധികൃതമായ സകല സ്വഭാവ വിശേഷങ്ങളും അങ്ങുമിങ്ങും പങ്കുവെക്കും, അതിലൂടെ സെക്സ് കാണും, അതിലൂടെ സെക്സ് അയച്ചു കൊടുക്കും, അതിലൂടെ ചൂഷണം ചെയ്യും. അങ്ങനെ ഈ മൊബൈലിലേക്ക് ഒതുങ്ങിയതോടുകൂടി ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ, കൗമാരപ്രായക്കാരുടെ ഇടയിൽ ക്രിമിനൽസം കൂടിക്കൂടി വരികയാണ്.